പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം യെശയ്യാ 53 5 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും ഈശോയുടെ അവൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ക്ഷതങ്ങളാൽ ഞാനും നിങ്ങളും സൗഖ്യം പ്രാപിച്ചുവെന്ന്. വിശ്വാസത്തോടെ ഈശോയെ നോക്കി പ്രാർത്ഥിച്ചാൽ, ആ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടുവെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും അതിക്രമങ്ങൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായി മുറിവേറ്റ ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കണം. ആ തിരുമുഖത്തേക്കൊന്ന് നോക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ആ ഈശോയെ നോക്കി എൻ്റെ വേദനകളും സങ്കടങ്ങളും ആകുലതകളും എല്ലാം ആ കുരിശിൻ കീഴിലേക്ക് സമർപ്പിക്കുവാൻ, എനിക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ട ഈശോയുടെ മേൽ ആ മുഖത്തേക്കൊന്ന് നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ട ഈശോ, എൻ്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ തിന്മകൾക്കും ഓരോ തെറ്റുകൾക്കും വേണ്ടി മുറിവേൽക്കപ്പെട്ടവനായ ഈശോ, ഇന്നും ആ ഈശോയെ ഞാനും നിങ്ങളും നമ്മുടെ പാപങ്ങളാൽ മുറിവേൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഒരു വീണ്ടും വിചാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ഈശോയെ വേദനിപ്പിക്കാതെ, ആ ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോയുടെ കൂടെ ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വചനം നമ്മോട് പറയുന്നു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകിയെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെ വീണ്ടെടുത്ത യേശു, നമ്മെ രക്ഷിച്ച ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും. കുരിശിലൂടെ നമുക്ക് രക്ഷ നൽകിയ, നമുക്ക് രക്ഷ നേടിത്തന്ന ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, രോഗികളായി കഴിയുന്ന സകല വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ രോഗങ്ങളെല്ലാം ഈശോയുടെ ക്രൂശിത ചുവട്ടിലേക്ക്, ആ ക്രൂശിൻ കീഴിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഞാനും നിങ്ങളും വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും. കുരിശിലൂടെ എനിക്ക് നിങ്ങൾക്ക് നേടിത്തന്ന രക്ഷ ഇന്നും നമുക്ക് കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. ഹല്ലേലൂയ. ആമേൻ.